ഹേ ഹായ്. അപ്പം ഇന്ന് സ്വകേസ് ഒരു സംഭവം കാണിച്ചാൽ അപ്പം അർജൻറ്റീന ഫാൻസ് ഉണ്ടെങ്കിൽ അർജൻറ്റീന ഇന്ന് ജയിച്ചു. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രിയാണ് കളിയേണ്ടത്, അത് ആ രീതിയിലാണ് ഇന്നലെ പറഞ്ഞത്. ഇന്ന് ജയിച്ചിരിക്കുകയാണ്. ത്രില്ലടിപ്പിക്കുന്ന കളി വെച്ചാൽ ത്രില്ലടിപ്പിക്കുന്ന കളി. സ്വകേസ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിന്നർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു പുഴയരികിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. സോ നമ്മൾ അവിടെ പോവുകയാണിന്ന്. സോ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എല്ലാവരും തിരക്കിലാണ്. അനന്ത് വർക്കും കാര്യങ്ങളായിട്ട് തിരക്കിലാണ്, പ്രണവും കാർത്തികും തിരക്കിലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഒറ്റക്കാണ് പോകുന്നത്. സോ നമുക്ക് അവിടെ പോയിട്ട് ചായ കുടിക്കാനല്ല, ജസ്റ്റ് ഒരു ലൈം ടീ കുടിക്കണം. പിന്നെ അതിൻ്റെ അവിടെയുള്ള വ്യൂവും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി പ്ലേസാണ്. നമ്മളിവിടെ കടപ്പുറം പോകുന്ന ഒരു വഴിക്കാണ്. അതായത് നമ്മൾ അന്ന് വ്ളോഗ് എടുത്തില്ലേ ഒരു കടവിൻ്റെ അടുത്ത് നിന്ന്, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ആ പ്ലേസ് വരുന്നത്. സോ നമുക്ക് നേരെ അവിടത്തേക്ക് വിടാം. ഏകദേശം നമ്മൾ സ്പോട്ടിലെത്തി. സോ ഇതാണ് റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇവിടുന്ന് താഴെ കഴിഞ്ഞിട്ട് ബാക്കിയെടുക്കാം. ഇതിൻ്റെ താഴെയൊക്കെ നല്ല വ്യൂ ആണ്. സോ ഇതാണ് നമ്മുടെ സ്ഥലം. അതായത് നമ്മൾ അധികം ചായ കുടിക്കാൻ വരുന്ന സ്ഥലമാണ്, പക്ഷേ ഇതുവരെ നമ്മൾ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ലൈം ടീയും പിന്നെ ഒരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര. സോ ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിൽ ഒന്നുമില്ല, ഒരു ലൈം ടീ, ഒരു ക്യാരറ്റ് പോള അധികം ഞാൻ കഴിക്കാറുണ്ട്, എനിക്കിഷ്ടമാണ്. സോ അതുകൊണ്ട് മാത്രം ഓർഡർ ചെയ്തതാണ്. അപ്പം ഈ ഒരു വീലിരുന്ന് ഈ ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ ലൈം ടീ കുടിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് വ്യൂ ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രെസ് റിലീഫാണ്. ഓക്കെ, പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. മഴയൊക്കെ പെയ്ത് നല്ല വെള്ളം കൂടിയിട്ടാണുള്ളത്. പണ്ട് ഇതൊരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു, ഒരു പറമ്പായിരുന്നു. പക്ഷെ ഇപ്പം ഇവരിതെടുത്തിട്ട് നല്ലൊരു റെസ്റ്റോറൻ്റ് ആക്കി. സോ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്. ഓലയാണ് ഇതിൻ്റെ മുകളിൽ, ഓല മേഞ്ഞ റെസ്റ്റോറൻറ്റ്. അതിൻ്റെ മുകളിൽ ഇവർ ഷീറ്റ് ഇട്ടിട്ടാണുള്ളത്. നമ്മളങ്ങനെ ചായ കുടിക്കാൻ കൂടി ചെയ്തിട്ടേ. അപ്പം എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്ന കടലും പുഴയും കൂടിച്ചേരുന്നൊരു പുഴയാണ്. സോ അതിനങ്ങോട്ടൊക്കെ ഫുള്ള് ബോട്ടും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഹാർബർ വരുന്നത്, മടക്കര ഹാർബർ വരുന്നത് തൊട്ടപ്പുറത്താണ്. ഓക്കെ, നിങ്ങൾ വെള്ളത്തിൽ കാണുന്ന സാധനം കണ്ടോ? അതെനിക്ക് തോന്നുന്നു ഒന്നിക്കിൽ അത് ഏതോ ഒരു തെർമാക്കോൾ ഒഴുകി പോണേ, അല്ലെങ്കിൽ വലയിട്ടിട്ട് വലേൻ്റെ ഒരിതാണത് എന്നാണ് വിചാരിക്കുന്നത്. അതായത് ഈ ബോട്ടുകാർക്ക്, അതായത് മീൻ പിടിക്കുന്നവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എവിടെയാണ് വലയിട്ടിനി എങ്ങോട്ടാണ് ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സാധനമാണെന്ന് തോന്നുന്നു. സോ ഇവിടെയുള്ള തെങ്ങ് നമ്മൾ കഴിഞ്ഞ വ്ളോഗ് പറഞ്ഞ പോലെ ചെരിയുന്നത് വെയിൽ നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇവർ ഇതുപോലുള്ള ഓലയാണ് മേഞ്ഞിട്ടുള്ളത് ഇതിൽ. ഒരു തോണിച്ചേട്ടന്മാർ ഞാൻ പറഞ്ഞില്ലേ മീൻ പിടിക്കുന്നുണ്ടോ? മീൻ കിട്ടി. മീൻ പിടിക്കുന്നു. ഗൈസ്, അപ്പം നമ്മളെ ചായ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം മീനെ പിടിക്കുന്ന ചേട്ടന്മാർ ഇത് ഇട്ടത് വെച്ചാൽ വലയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരങ്ങോട്ട് ചുറ്റി കറങ്ങിപ്പോയിട്ട് വലയെടുത്തിട്ട് ഫുള്ള് മീനെയും പിടിച്ച് വരും. ഞാൻ നേരത്തെ ഉള്ള ക്ലിപ്പിൽ കാണിച്ചു തന്നു മീനിനെടുക്കുന്നത്, അതായത് വലയിൽ കുരുങ്ങി മീനിനെടുക്കുന്നത്. സോ ഇതാണ് നമ്മളെ പ്ലേസ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, മീനിനെ ഓരോന്നായിട്ട് ഇങ്ങനെ പിടിച്ച് വരിക. സോ നമുക്ക് ഏതെങ്കിലും പേ ചെയ്തിട്ട് വരാം, എന്നിട്ട് വീഡിയോ എടുക്കാം. കാരണം നമുക്ക് കഴിച്ച് കഴിഞ്ഞു. കഴിച്ച് അങ്ങനെ നമ്മൾ പേ ചെയ്തു. സോ ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇതവരെ വേറൊരു റെസ്റ്റോറൻറ്റും ഇത് അവരെ ചായക്കടയാണ്. ഓക്കെ കഴിച്ചപ്പം ഇതാണ് നമ്മളെ സ്പോട്ട്. സോ ഇനി മുതൽ നമ്മൾ ഇവിടെ ആയിരിക്കും ചായ കുടിക്കാൻ വരുന്നത്. അപ്പം നമ്മുടെ ചേട്ടന്മാർ മീനൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. 2-3 ഒരു ബോട്ടും ഒരു സ്പീഡ് ബോട്ട് പോലത്തെ ഒരു ചെറിയ ബോട്ടല്ല, തോണി തന്നെയാണ്. 3 തോണിയുണ്ട് ഇവിടെ, ഞാൻ കാണിച്ചിട്ടത്. സോ ഗൈസ്, അപ്പം ഇത് 2 തോണി, അതായത് ഒരു മീൻ പിടിക്കുക, അപ്പുറവും ഉണ്ട്. ഇവരൊക്കെ രാവിലെ വലയിട്ടിട്ടാണെന്ന് തോന്നുന്നു, വൈകുന്നേരം എടുക്കുക, അറിയില്ല, ചോദിച്ചു നോക്കേണ്ടി വരും. സോ അപ്പം നമ്മൾ ട്രൈപ്പോഡ് ഇവിടെ കുത്തിച്ചിട്ടുള്ളത് ഇതാ. സോ ഗൈസ്, നമ്മൾ വിളിച്ചപ്പം ഒരു ചെറിയ ആൾ ഓടി വരുന്നുണ്ട്. ആരാ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെ,
ഗൈസ് എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകാം. കാരണം എന്ന് വെച്ചാൽ മഴ വരലായി, നല്ല മഴ പെയ്യാൻ തുടങ്ങി. സോ നമുക്ക് ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, ഇതേ അപ്പുറത്ത് പോയിട്ടാണ് ഉള്ളത്. എന്തോ എല്ലും കഷ്ണം കിട്ടി, അതാ കടിക്കുന്നത്. ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചെത്തി. സോ മഴ പെയ്യാനുള്ള സോ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ.